മറൈൻ ഡ്രൈവിലുള്ള കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും എന്താ പറയുക മടുപ്പ് വരും. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് ഇട്ടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രി ആ ബോട്ട് യാത്ര അടിപൊളിയാട്ടോ. ചുറ്റും നല്ല കുറേ വീടും മരങ്ങളും ആ വെളിച്ചും ലൈറ്റും എല്ലാം ആയിട്ട് കാണും. എന്ത് രസമാട്ടോ ആ വെള്ളത്തിൻ്റെ ആ ഓളങ്ങൾ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സേവിയറിച്ചു ഭയങ്കര സന്തോഷമാണ്. കാരണം നൈറ്റിൽ നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ്, അതും എറണാകുളം ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടാറില്ല. പിന്നെ ഇത് സ്കൂൾ വെക്കേഷൻ കഴിയാറായല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു പിന്നെ യാത്ര അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ലുലു മാളിൽ കയറിയിട്ട് കുട്ടികൾക്ക് ബാഗും കാര്യങ്ങളും വാങ്ങിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ അറിയാം എന്താ അവസ്ഥ എന്നല്ലോ. ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തതാണ്, അതായത് സ്കൂൾ തുറക്കുന്ന 2 ദിവസം മുന്നേ ആയിട്ട് ഞങ്ങൾ എറണാകുളം പോയത്. പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടുന്നത് കേട്ടോ. ഏതാ ആ മൈബോസിന്റെ വീട്? ഇതാ ഇത് കുട്ടനാട് എന്ന് പറഞ്ഞ, ഇത് കുട്ടനാട് എന്ന് പറഞ്ഞ് എറണാകുളത്തേക്ക് വന്നതിന്. ശരി, അടിപൊളി. കൊച്ചഴിമുഖം ഷിപ്പിലെടുന്ന പോലെ ലക്ഷദ്വീപിലേക്കും അവിടെ കിടക്കും. വന്നിട്ട് അടിപൊളി സ്ഥലത്താണ് ഗൈസ് ഉള്ളത്. ഇത് പറയേണ്ട വരില്ല, അടിപൊളി സ്ഥലമാണ് ഗൈസ്. അവിടെ ഒന്നും മുമ്പിലുണ്ട് ഗൈസ്. അടിപൊളി നമ്മളിപ്പോ നല്ല മറൈൻ ഡ്രൈവിൽ നല്ല ബോട്ട് സവാരി ആണെങ്കിൽ നമ്മൾ പറയാ അടിപൊളി വൈബാണ്. ഗൈസ് നമ്മളിപ്പോ തന്നെ 3 സിനിമ അഭിനയിച്ച വീട് കണ്ടു. വെള്ളി നക്ഷത്രം, ഒന്ന് സിനിമയിലെ ആ പാക്കിന്റെ, ഒന്ന് വെള്ളി നക്ഷത്രം, ഒന്ന് മൈ ബോസ് ഷൂട്ട് ചെയ്ത വീട്, പിന്നെ മൈ ബോസ്, പിന്നെ പറഞ്ഞ പിന്നെ മറ്റേ ഫ്ലവേഴ്സ് കോമഡി ചേട്ടന്റെ വീട്, പിന്നെ ഗ്രാൻഡ് ഹയാത്താണ് ഗൈസ്. ബാക്കിൽ ഗ്രാൻഡ് ഹയാത്ത് സംഭവം അടിപൊളിയായിട്ടാണ്. ഫുള്ള് ലൈറ്റ് ആയിട്ട് കാണാൻ എന്ത് രസമാണ്. നോക്കിയാൽ സൂപ്പർ. എറണാകുളം വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. മസ്റ്റ് മസ്റ്റ് മസ്റ്റ്. അത് ഈ സമയം ഈ ഒരു ടൈമിൽ അടിപൊളിയാണ്, സൂപ്പറാണ്. കുറേ സമയം നമുക്ക് ഇങ്ങനെ ഇതാണ്. ഇത് എത്ര ടൈം ആയിട്ടാ ഈ റൗണ്ട്? അരമണിക്കൂർ. അത് അവിടെ ഉണ്ട് കേട്ടോ, കാണൂല. അരമണിക്കൂർ അടിപൊളിയാണ്. അതാ അപ്പം രാത്രി ടൈമിൽ നമ്മൾ കാണില്ല, ക്ലിയർ ഇല്ല, പക്ഷെ ചുറ്റും കാണാൻ അടിപൊളിയാണ്, സെറ്റാണ്. ക്ലിയർ ഇല്ലെങ്കിൽ അടിപൊളി. അതിന്റെ മുടി ഞാൻ നല്ലോണം ആക്കിയതാണ് ഗൈസ്. കാറ്റടിച്ചടിച്ച് നമ്മളെല്ലാം പറയേണ്ട കാര്യമില്ല. ഇത് കാറ്റ് എന്ത് വൈബ്, സൂപ്പർ വൈബാണ്. മാഷാഅല്ലാ സൂപ്പറാണ്. ചെയ്ത് നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമൊക്കെ നല്ല പേടിയുണ്ട്, പിന്നെ ആളെ ആക്റ്റീവ് ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ പറയാ, പൂവാർന്നൊരു സ്ഥലം. നമ്മൾ ലാസ്റ്റ് അവിടെയായിരുന്നു ഒരു ബോട്ട് യാത്ര. ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ പോയി ഓരോ മരവും ഓരോ വള്ളിയും അതെല്ലാം കഴിച്ച് അങ്ങോട്ട് അവിടെ ഉണ്ടാവും. ബോട്ടില് മറ്റേ ഇളനീർ വിൽക്കുന്നുണ്ടാവും ഗൈസ്. അപ്പൊ അടിപൊളിയാണ്. നമ്മൾ പറഞ്ഞ പൂവാർന്ന സ്ഥലത്താണ് ലാസ്റ്റ് ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ട് നമ്മൾ പോയിട്ട്. അതിന് ശേഷം നമ്മൾ ബോട്ട് യാത്ര ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് കയറേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് നൈറ്റ് വൈബിലൊരു ബോട്ട് യാത്ര അതുപോലെ സൂപ്പറായിരുന്നു. നല്ല രസം, ചുറ്റും കാണാൻ നല്ല ലൈറ്റും കാര്യങ്ങളായി. എന്താ പറയുക, പിന്നെ ഫോർട്ട് കൊച്ചി കാണാൻ പറ്റി, അതേപോലെ ചുറ്റുപാട്, പിന്നെ ഗ്രാൻഡ് ഹയാത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുള്ള വ്യൂ കേട്ടോ. എന്തായാലും നിങ്ങൾ എറണാകുളത്ത് വന്നാലേ ഇവിടെ വരണം. ഇവിടെ എന്തിനു പേര് മീനുള്ളിൽ
ബോൾഗാട്ടി ഐലൻഡ്, വല്ലാർപാടം, MG കുമാരേട്ടൻ്റെ വീട്, വെള്ളി നക്ഷത്രം സിനിമ, മൈബോസിൽ ദിലീപ് അഭിനയിച്ച ദിലീപിന്റെ വീട് എന്ന് അഭിനയിച്ച അത് നേരത്തെ വെള്ളം കുറച്ചേ ഉള്ളൂ. ബോട്ട് ഓടിക്കുകയാണ് ദിലീപിന്റെ പപ്പ ബോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ നമ്മി കാറെല്ലാം ബോട്ടാന്ന് ശ്രദ്ധിക്കണം. പപ്പ ബോട്ട് ഓടിക്കുകയാണ്. നമ്മി കാറിൽ നിന്ന് ബോട്ട് ഓടിക്കുകയാണ്. പക്ഷേ ബോട്ടാണ് ഇല്ല ധൈര്യത്തിൽ ഓടിച്ചോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അമ്മിന്റെ ബോട്ട് ഓടിക്കല് ഗായ്സ്. അടിപൊളിയാണ്. അവിടെ ഇതിൽ നിന്ന പ്രശ്നമുണ്ടാ? നിൽക്കാൻ പറ്റല്ലേ? നിന്ന പ്രശ്നം വേണ്ടല്ലേ? വേണ്ട കുഴപ്പമില്ല. അമ്പിനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഏട്ടൻ ഞാൻ അവിടെ നിന്ന് ഒന്നിങ്ങനെ എടുത്ത് ഇവര് അങ്ങനെ എല്ലാം കഴിഞ്ഞു. നേരെ ലുലുവിലേക്ക് വന്നിട്ട് ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. കാരണം സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞു, ഓപ്പൺ ആവാറായി. അപ്പോൾ അതിൻ്റേതായ തിരക്കൊക്കെ ഉണ്ട്. ബാഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ നല്ല കൊറിയൻ്റെ നല്ലൊരു എന്താ പറയുക കഫ്റ്റീരിയ കണ്ടു. അവിടെ ഒരു കൊറിയൻ സ്റ്റൈലിൽ നല്ല ഫുഡുണ്ട്. അതൊന്ന് കഴിക്കുമ്പോൾ വെറൈറ്റിയാണ്. കാരണം ഇവർ യൂട്യൂബിൽ അവിടെ ഇരുന്ന് കാണുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി. പക്ഷേ എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഫുഡിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് അവിടെ കയറി. പിന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ രസമുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സൂപ്പറാണ്, നല്ല വൈബാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ലുലുവിൽ വന്നവർക്കറിയാം. നമ്മൾ പിന്നെ അതായത് മെട്രോയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ചെറിയൊരു കഫ്റ്റീരിയ ഉള്ളത്. അത് കൊറിയൻ്റെ ആണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അങ്ങനെ എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്തായാലും നമ്മൾ ഓരോ കൺട്രീസിലും പോകുന്ന സമയത്ത് നമ്മൾ ഓരോ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം പറയാൻ പറ്റില്ല നമ്മൾ എവിടെയാണ് എത്തിപ്പെടാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ കേരളത്തിൽ തന്നെ ഓരോ കൺട്രീസിലുള്ള ഫുഡൊക്കെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഫുഡോട് ഈ ഫുഡ് വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്തും കഴിക്കാൻ പറ്റുന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇവിടെ കയറി ആ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ നാളെ എങ്കിലും ഒന്നും കൂടി ഇവിടെ വരണം കേട്ടോ. കാരണം കുട്ടികൾക്ക് ഞാനൊന്നും വാങ്ങിയില്ല, ബാഗ് മാത്രം നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ച്. പിന്നെ സ്നാക്സ് ബോക്സും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങണമെന്ന് വെച്ചു. പക്ഷെ അവിടെ അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും ജനങ്ങളായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പി പറഞ്ഞു ഏതായാലും നാളെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങുമല്ലോ, അപ്പം ജസ്റ്റ് ഇവിടെ വന്ന് നോക്കാമെന്ന് കരുതി. അപ്പം ഫുഡൊക്കെ എത്തിയിട്ടോ. ഒരു സ്വീറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ചിക്കൻ നല്ല എന്താ പറയുക ബോയിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പിന്നെ എന്താ പറയുക സ്പൈസി അല്ല, സ്വീറ്റാണ്. പക്ഷെ ഒരു വെറൈറ്റി ഫുഡ്. കാരണം എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. നമ്മൾ മലയാളി തനിമ മാത്രം കഴിച്ചാൽ പോരല്ലോ. ജൈവക്കുട്ടിൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. കണ്ട കാരണം എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, അങ്ങനെ ഒരു ടേസ്റ്റ് അത്ര തന്നെ. അപ്പോൾ റിച്ച് ഓക്കെ കുഴപ്പമില്ല, അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു വായ മാത്രം കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട, എനിക്കൊരു ബ്രൗണീസ് മതി എന്ന് പറഞ്ഞു. അപ്പം ബ്രൗണീസ് കൊണ്ടുവന്നു, അത് ഞാൻ കഴിച്ചു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി റൂമിലേക്ക് പോവാം കേട്ടോ. അതിനുശേഷം പിന്നെ നാളെ രാവിലെയാണ് ലുലുവിലേക്ക്. അങ്ങനെ രാവിലെ ആയി റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ എന്നോട് പറഞ്ഞു നമുക്ക് ലുലുവിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ലുലുവിലേക്ക് മെട്രോ തന്നെ പോവാം, അങ്ങനെയാണല്ലോ, അങ്ങനെ പോകുന്നൊരു ഭാഗം കേട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ട് നേരെ പോകുന്നത് എനിക്ക് കണ്ണൂരേക്കായിരിക്കും. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞു. മോക്കൊരു സ്നാക്സ് ബോക്സ് വാങ്ങി, ചില കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇച്ചൂസ് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൻ്റെ ടൈമായി. ട്രെയിനിൽ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ ഫുഡ് ട്രെയിനിൽ കൊണ്ടുവന്ന് ഗീ റൈസും അതുപോലെ ദാൽ, അത് വെജിറ്റബിൾ, പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജൈവ പിന്നെ ഓരോ കാര്യങ്ങൾ അപ്പുറം സംസാരിച്ച്, കാരണം നമ്മൾ ഒരുമിച്ചല്ലല്ലോ ഇരിക്കുക, കാരണം ഇങ്ങനെ പാർട്ടായിട്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പപ്പ അപ്പുറമുണ്ട്, റിച്ച് ഇപ്പുറമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സറവാറിന് ഇങ്ങനെ ഇതായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ എറണാകുളം ജേണിയിലെ 2ാമത്തെ ദിവസമാണ്. അപ്പം വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ഒക്കെ അറിയിക്കുക കേട്ടോ. വീഡിയോസ്
കണ്ടിന്യൂ ആയിട്ട് ഇടാൻ ആഗ്രഹമുണ്ട്. കാരണം ജോലിക്ക് പോകുന്നതും കുറേ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡിലേ ആവുന്നത്. അപ്പം എല്ലാവരും സ്നേഹവും കരുതലും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇനിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ടേക്ക് കെയർ. ബൈ.